എടി അതുകൂടി ഒരടി, എനിക്ക് ശരിക്കും കാണുന്നില്ല. നീ ആ ടോപ്പ് ഫുൾ ഊരി മാറ്റ്. ഞാനല്ലേ പറയുന്നത്. വേണ്ട റോയ്, എനിക്ക് പേടിയാ. ഇത്ര കണ്ടാ മതി, ബാക്കിയൊക്കെ കല്യാണം കഴിഞ്ഞു മതി. മേധയുടെ മെഴികൾ കൂടി. നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. റോയ് പിണങ്ങി. പിണങ്ങല്ലേ റോയ്, എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പേടി കൊണ്ടാ. ചെയ്യുന്ന തെറ്റല്ലേ. ഞാനല്ലേ കാണുന്നേ, എന്നാലും നീ എൻ്റെ അല്ലേ. ഒന്ന് കാണിച്ചു തരാനല്ലേ പറഞ്ഞുള്ളൂ. എന്നോട് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ കാണിച്ചു തന്നാൽ മതി. ഞാൻ കാണിക്കാം. നീ എന്നോട് പിണങ്ങുന്നത് സഹിക്കാൻ എനിക്ക് പറ്റില്ല. പിണങ്ങി നിന്ന റോയുടെ മുഖം വിടുന്നു. ഫോൺ മേശയ്ക്ക് മുകളിൽ ചാരി വെച്ച ശേഷം മേധ ഇട്ടിരുന്ന ടോപ്പൂരി. കറുത്ത ബ്രാക്കുള്ളിൽ മുഴച്ചു നിൽക്കുന്ന മാറിടങ്ങൾ അവനെ ഹരം കൊള്ളിച്ചു. ഇത്ര പോരെ, ഇനി ഞാൻ ഡ്രസ് ഇടട്ടെ? അതുകൂടി അയക്ക് പെണ്ണെ. എന്നെ ഇത്രയും കൊതിപ്പിച്ചിട്ട് പറ്റിക്കല്ലേ നീ. എന്ത് ഭംഗിയാ നിന്നെ ഇപ്പോൾ കാണാൻ. എനിക്ക് കൊതിയായിട്ട് പാടില്ല. നിന്നെ കെട്ടിപ്പിടിച്ച് അവിടേക്ക് ഉമ്മ തരാൻ തോന്നുക. റോയിയുടെ വാക്കുകൾ കേട്ട് മേധ നാണം കൊണ്ട് മുഖം കുലിച്ചു. ഇത് മതി റോയ്, എനിക്ക് നാണം വരുന്നു. ഇനി പിന്നെ ഇത്രയും നേരം ഭയമാണെന്ന് പറഞ്ഞവൾക്ക് ഇപ്പോൾ നാണമായി തുടങ്ങിയെന്ന് കണ്ടപ്പോൾ റോയ്ക്ക് ആവേശമായി. എന്റെ മുന്നിൽ നിനക്ക് എന്തിനാ നാണം? നീ എന്റെ അല്ലേ പെണ്ണെ. നീയും നിന്റെ ശരീരവും എന്തായാലും എന്റെ സ്വന്തം തന്നെയാണ്. ഇത്രയും കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്റെ ബ്രസ്റ്റ് കൂടി ഇനി കാണാതെ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്ലീസ് പൊന്നെ, ഒന്ന് ആ ബ്രാവ് ഉരുടി. ആദ്യം തോന്നിയ ഭയം അവൾക്ക് നാണത്തിലേക്ക് മാറി. അവന്റെ നിർബന്ധം കൊണ്ട് മേധ ഹുക്കുകൾ പതുക്കെ അഴിച്ചു മാറ്റി. ആദ്യമായിട്ടാണ് ഒരു പുരുഷന് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. നേരിട്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു അവൾക്ക്. സ്നേഹം കൊണ്ടല്ലേ ചോദിക്കുന്നത്, എന്നോടല്ലാതെ വേറെ ആരോടാ ചോദിക്കുക എന്നൊക്കെ കരുതി മേധ സമാധാനിച്ചു. കൂമ്പിയ താമരമുട്ട് പോലെയുള്ള അവളുടെ മാരടങ്ങൾ റോയിയെ കൊതിപ്പിച്ചു. എന്റെ പെണ്ണിന് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു. ഓ, എനിക്കിതൊന്ന് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പെണ്ണെ. നാട്ടിൽ വന്നാൽ ഉടനെ വീട്ടിൽ പറഞ്ഞ് നമുക്ക് കെട്ടാം. നിന്നെ ഇങ്ങനെ കണ്ടിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിന്നെ മൊത്തത്തിൽ കടിച്ചു തിന്നാൽ തോന്നുക എന്റെ മേധക്കുട്ടി സുന്ദരി തന്നെ. അവന്റെ സംസാരം അവളെ പുളകിതയാക്കി. കണ്ട് കൊതി തീർന്നെങ്കിൽ ഞാൻ ഡ്രസ്സിലിട്ടെ? വേണ്ട, നിക്ക്. ഞാൻ നന്നായി ഒന്ന് കണ്ടോട്ടെ. നീ കുറച്ചുകൂടെ ഫോണിന്റെ അടുത്തേക്ക് നിൽക്ക്. മേധ അവൻ പറഞ്ഞതുപോലെയൊക്കെ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ നിന്നുകൊടുത്തു. അതൊരു തുടക്കമായിരുന്നു. മേധയുടെ വിശ്വാസം നേടിയെടുത്ത റോയ് പലപ്പോഴായി അവളിൽ നിന്നും നഗ്നചിത്രങ്ങളും ശരീരത്തിന്റെ അയകളവുകൾ പകർത്തിയെടുത്ത വീഡിയോകളും വാട്സപ്പിലൂടെ വാങ്ങി. റോയെ കണ്ണുമടച്ച് വിശ്വസിച്ച് തന്റെ നഗ്നത വെളിവാക്കുന്ന വീഡിയോകൾ അവൾ ധാരാളം അവന് നൽകി. ഇതൊക്കെ കൊടുത്തും അവനോടുള്ള സ്നേഹം അവൾ പ്രൂവ് ചെയ്തു. അതൊക്കെ കണ്ട ശേഷം റോയ്ക്ക് തന്നോടുള്ള കെയറും സ്നേഹവും കൂടിയെന്ന് മേധയ്ക്ക് തോന്നി. വല്ലപ്പോഴുമായിരുന്ന ഇത്തരം പ്രവർത്തികൾ പോകെ പോകെ സ്ഥിരമായി. മേധ ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. റോയ് ഗൾഫിൽ ജോലി ചെയ്യുന്നു. രണ്ടുപേരും തമ്മിൽ 10 വയസ്സോളം വ്യത്യാസമുണ്ട്. 6 മാസം മുൻപ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവർ പരിചയപ്പെട്ടത്. റോയ് കല്യാണം കഴിച്ച ആളാണ്. അവന് ഇതൊക്കെ കൂട്ടുകാരെ മുന്നിൽ ആളാവാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ബന്ധമാണ്. വിദേശത്ത് നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു എൻജോയ്മെന്റ് മാത്രം. പക്ഷേ അവൾ അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. മേധ അയച്ചു കൊടുക്കുന്ന ഫോട്ടോസ് അവൻ റൂമിലുള്ള മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവരിൽ നിന്നും പകരമായി കാശും എണ്ണി മേടിക്കും. വെള്ളിയാഴ്ച തോറും വീഡിയോ കോൾ വിളിച്ച മേധയെ കൊണ്ട് ഡ്രസ്സ് മുഴുവനും മാറ്റിച്ചു അതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അവൾ വീഡിയോ കോളിൽ തുണിയുരിയുമ്പോൾ റൂമിലുള്ള മറ്റുള്ളവർ ക്യാമറയ്ക്ക് മുൻപിൽ വരാതെ മാറി നിന്ന് കണ്ട് ആസ്വദിക്കും. ഇതിനൊക്കെ റോയ് അവരിൽ നിന്നും കാശ് വസൂലാക്കും. സോഷ്യൽ മീഡിയ വഴി കണ്ടുപിടിച്ച കാമുകനെ അന്ധമായി വിശ്വസിച്ചു. അവൻ പറയുന്ന എല്ലാ വൃത്തികേടും അവനോടുള്ള സ്നേഹത്തിൽ മതിമറന്ന് അവൾ അയച്ചു കൊടുത്തു. പക്ഷെ അത് അവളുടെ ജീവനെടുക്കാൻ പാകത്തിൽ തിരിഞ്ഞു കൊത്തുമെന്ന് മേധ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതില്ല. റോയ് റൂമിലുള്ളവർക്ക് അയച്ചു കൊടുത്ത മേധയുടെ ഫോട്ടോസും വീഡിയോയും ഒക്കെ കൂട്ടത്തിലൊരുത്തൻ ഓട്ട്മല്ലു ഗേൾസ് എന്ന ഫോൺ സൈറ്റിൽ നല്ലൊരു തുകയ്ക്ക് വിറ്റു. നിമിഷങ്ങൾക്കുള്ളിലാണ് മേധയുടെ വീഡിയോ ലോകം മുഴുവൻ പടർന്നത്. പല തുണ്ടു ഗ്രൂപ്പുകളിലും ടെലഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പിലുമൊക്കെ മേധയുടെ വീഡിയോയും ഫോട്ടോസും ഷെയർ ആയിക്കൊണ്ടിരുന്നു. മേധയുടെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കന്മാരുടെ കയ്യിലും അതെത്തി. അവന്മാർ അത് പരിചയമുള്ള മറ്റ് ബോയ്സിന് കൈമാറി. ഇതൊന്നും അറിയാതെ പിറ്റേന്ന് കോളേജിൽ പോയവളെ കാത്തിരുന്നത് മോശം അനുഭവങ്ങളായിരുന്നു. നീ ഇത്തരക്കാരിയാണെന്ന് ഞങ്ങൾ ഇപ്പോഴാ അറിയുന്നത്. ഞങ്ങൾക്കും തരുമോ ഉപ്പ് നോക്കാൻ? തുടങ്ങി വൃത്തികെട്ട ഭാഷയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ചില ചെക്കന്മാർ അവളോട് ചോദിച്ചു. മേധ കാര്യം മനസ്സിലാകാതെ പകച്ചു നോക്കുമ്പോൾ കൂട്ടുകാരി സ്വാതി അവളുടെ അടുത്തേക്ക് വന്ന് കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി. സ്വാതി, ഇവരെന്താ എന്നോട് ഇങ്ങനെയൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. നിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നി. നീ ഇത് കണ്ടോ മേധ? ഇവിടെയുള്ള സകല അവന്മാരുടെ കയ്യിൽ നിന്നും ഫോട്ടോസും വീഡിയോസുമാണ്.
കോളേജിൽ തന്നെയുള്ള അവളുടെ ബോയ് ഫ്രണ്ട് അമൽ അയച്ചു കൊടുത്ത മേധയുടെ ചിത്രങ്ങളും വീഡിയോയും സ്വാതി അവളെ കാണിച്ചു കൊടുത്തു. സ്വാതി, ഇത് ഞാൻ, അയ്യോ എന്റെ ദൈവമേ! ചതിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയവൾ തലയ്ക്ക് കൈ കൊടുത്ത് ഇരുന്നു പോയി. ഗൾഫിലുള്ള നിന്റെ കാമകൻ ചതിച്ചതാവുമെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു. സ്വാതി അവളെ കുറ്റപ്പെടുത്തി. ഞാൻ ഇനി എന്താ സ്വാതി, ഇതിപ്പോ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന നീ, അല്ലാതെ ഞാനെന്ത് പറയാനാ? ഒക്കെ ചെയ്തു വെച്ചിട്ട് ഇനി കരഞ്ഞിട്ടെന്ത് പ്രയോജനം? മേധ ഫോണെടുത്ത് റോയിയെ വിളിച്ചെങ്കിലും കാൾ കിട്ടിയില്ല. സംഭവം ലീക്കായി എന്നറിഞ്ഞ റോയ് കേസെങ്ങാനും വന്നാലോ എന്ന് ഭയന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഡിലീറ്റാക്കി ഗൾഫിലെ നമ്പർ മാറ്റിയിരുന്നു. തളർച്ചയോടെ അവൾ ബെഞ്ചിലിരുന്നു. അപ്പോഴാണ് വീട്ടിൽ നിന്നും മമ്മിയുടെ കോൾ അവൾക്ക് വന്നത്. മേധ കാളെടുത്തു. എടി നശിച്ചവളെ, കുടുംബത്തിന്റെ മാനം കളഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായോ? നീ ആരുടെ കൂടെ അയിഞ്ഞാടി നടക്കുവാടി? മര്യാദയ്ക്ക് വീട്ടിലേക്ക് വന്നോ? നിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. മമ്മി, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. നിന്നെ പോലെയുള്ളതിനെയൊക്കെ വയറ്റിൽ വെച്ച് തന്ന് കൊല്ലണമായിരുന്നു. പ്രാഗ്യം കൊണ്ട് മമ്മി ഫോൺ വെച്ചു. മമ്മി പറഞ്ഞു പപ്പയും മറിഞ്ഞു. ഞാനിനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? മേധ പൊട്ടിക്കരഞ്ഞു. സ്വാതി, ഒന്നിങ്ങോട്ട് വാ. ക്ലാസ് റൂമിന് വെളിയിൽ നിന്ന് അമൽ അവളെ വിളിച്ചു. അമൽ വിളിക്കുന്നത് ഞാൻ ഇപ്പോൾ വരുന്നു. സ്വാതി പുറത്തേക്കിറങ്ങി. നീ ഇത് അവളോട് കൂടി കൂട്ടുകൂടി നടക്കണ്ട. അത് നിനക്ക് കൂടി ചീത്തപ്പേരാവും. അവള് എങ്ങനെയുള്ളവൾ ആണെന്ന് നീ കണ്ടതല്ലേ? അമലിന്റെ ഉറയ്ക്കുള്ള സംസാരം കേട്ട് മേധയ്ക്ക് അപമാനവും സങ്കടവും തോന്നി. അമൽ പ്ലീസ്, അവൾ കേൾക്കും. മേധയെ അവളുടെ ബോയ് ഫ്രണ്ട് ചീറ്റ് ചെയ്തതാ. സത്യം അത് തന്നെയാണെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. നീ ഇങ്ങോട്ട് വന്നേ. അമൽ സ്വാതിയുടെ കൈപിടിച്ചു പുറത്തേക്ക് പോയി. മേധയും രണ്ടും കൽപ്പിച്ച് എഴുന്നേറ്റ് ക്ലാസ് റൂമിന് പുറത്തിറങ്ങി. ഇടനാഴിയിൽ കൂടി നടക്കുമ്പോൾ അശ്ലീല ചുവയുള്ള സംസാരവും നോട്ടവും ചിലവന്മാരുടെ തട്ടലും മുട്ടലും കൂടിയായപ്പോൾ മേധയുടെ മനസ്സിടിഞ്ഞു. ഈ കളിയാക്കലും ആക്ഷേപവും സഹിച്ചു ജീവിക്കാൻ തനിക്കാവില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. താൻ ജീവിച്ചിരിക്കുന്ന വീട്ടുകാർക്ക് നാണക്കേട് കൂടെ കൂട്ടുകയുള്ളൂ. കയ്യിൽ വന്ന ബാഗ് വലിച്ചെറിഞ്ഞവൾ മുകൾ നിലയ്ക്ക് ഓടിക്കയറി. മുകളിൽ നിന്നും താഴേക്ക് ചാടി മേധ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് നടുവിലേക്ക് വന്നു വീണു. തലയോട്ടി പൊട്ടി ചോര പരന്നൊഴുകുമ്പോൾ അവളുടെ ശ്വാസവും നേർത്തുപോയി. ആ ശരീരം നിശ്ചലമാകുമ്പോൾ അവസാനമായി ദൈവത്തോട് അവൾ പ്രാർത്ഥിച്ചത് ഇനിയും മേധമാർ ഉണ്ടാവരുതേ എന്നാണ്.